Let's go to the video. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഹിമക്കുട്ടിക്ക് എല്ലാക്കുട്ടിക്കാണ് ഡ്രസ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഹിമക്കുട്ടി എല്ലാക്കുട്ടി എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് കുട്ടി കുട്ടി ഫ്രോക്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ രണ്ടുപേർക്കും ഓരോ ഡ്രസ്സ് വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ക്ലോത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ടൈലേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ക്ലോത്ത്സാണിത്. അപ്പോൾ ഞാനിവിടെ ഇവരുടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് റിമൂവ് ചെയ്യണം. ഇതും ഞാൻ തന്നെയാണ് തുന്നിയിട്ടുള്ളത്. അങ്ങനെ ഡ്രസ്സ് റിമൂവ് ചെയ്തു. അപ്പോൾ രണ്ടുപേർക്ക് ഏകദേശം ഒരേ അളവ് തന്നെയാണ്. കുറച്ചും കൂടെ ഒരു പൊടിക്ക് കുറച്ചും കൂടെ ഒരു വണ്ണുള്ളത് എല്ലാ കുട്ടിക്കാണ്. സോ അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ബോഡി വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബോഡി വെച്ചിട്ട് അവിടെ ഇതുപോലെ പോയിൻറ്റ്സൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ 2 കുത്തു കൊടുക്കുക. അതിനുശേഷം താഴേക്ക് ആ ഒരു ഹിപ്പ് വരെയുള്ള ഭാഗത്തേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താലും മതി. നമ്മൾ മനുഷ്യർക്ക് തയ്ക്കുന്നാലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. എന്നിട്ട് നമ്മൾ സാധാരണ ഒരു ഫ്രോക്ക് എങ്ങനെയാണോ വരിക അതിനനുസരിച്ചിട്ട് താഴോട്ട് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എ ലൈൻ പോലെയാണ് നമ്മളിവിടെ തയ്ക്കുന്നത്. സോ ആ ഒരു എ ലൈനിൽ ഇതുപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ബേസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഫസ്റ്റ് നമ്മളൊന്ന് വരച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ വേറൊരു പേപ്പറിൽ വരച്ചു കൊടുക്കുക. കാരണം നമ്മളിപ്പോൾ ട്രേസ് ചെയ്തത് കറക്റ്റ് അളവ് പോലെ ഉണ്ടാവുക. അപ്പോൾ ഇത് വളരെ ചെറിയ ഡോളായതുകൊണ്ടേ നമ്മൾ തുന്നി വരുമ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായിരിക്കും. ചിലപ്പോൾ കയറുമൊന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട് നമുക്ക് ട്രേസ് ചെയ്ത് എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിതുപോലെ കഴുത്തും കൂടി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്കിത് തുണിയിലേക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പെൻസിൽ വെച്ചിട്ടാണ് വരച്ചു കൊടുക്കുന്നത്. പേനയായാലും മതി. അപ്പോൾ ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. അതേ അളവിൽ തന്നെ നമുക്ക് 2 കോട്ടൺ പീസും കൂടെ വെച്ച് കൊടുക്കുക, ലൈനിങ് പോലെ. അതിന് ശേഷം നമുക്കിതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പറ്റത്തൊക്കെ ഇത്രയും കുഞ്ഞ് ഏരിയാസൊക്കെ തുന്നാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ചെയ്യുന്നത്. ഗ്ലൂ ചെയ്താലും മതി. വേണമെങ്കിൽ ഈ ഡ്രസ്സ് മുഴുവനായിട്ടും ഗ്ലൂ ചെയ്ത് തന്നെ എടുക്കാം. അങ്ങനെ ഒരു കോട്ടൺ ക്ലോത്തും അതുപോലെ തന്നെ ഈ ഒരു ക്ലോത്തും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ക്കാൻ പോകണം. ആ ഒരു മുകളിലത്തെ ആ ക്ലോത്ത് മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് കീറിയൊക്കെ പോവും. അതുകൊണ്ടാണ് ഞാൻ അടിയിൽ ഒരു കോട്ടൺ ക്ലോത്ത് കൂടെ വെച്ചത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ട്രേസ് ചെയ്തിട്ട് ആ ഒരു ഡ്രസ്സിൻ്റെ ആ ഒരു ആകൃതി ഉണ്ടല്ലോ, ആ ഒരു ഷേപ്പ്, അത് മുഴുവൻ കവർ ചെയ്തിട്ടാണ് നമ്മൾ തുന്നുന്നത്. അതിനുശേഷം നമുക്കിത് മറിച്ചെടുക്കാം. ഞാൻ സത്യത്തിൽ ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടാക്കാനേ അല്ല വിചാരിച്ചിരുന്നത്. ഞാൻ ആദ്യം കുറച്ചൊരു പട്ട് തുണി പോലെ നല്ല ഒരു തുണി എടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരുന്നത്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തുണി എന്നെ ചതിച്ച് മുതലാളി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുന്നി വന്നു കഴിഞ്ഞപ്പോൾ ആ എൻറ്റയർ വീഡിയോ ഫ്ലോപ്പായിപ്പോയി. ഒന്നിനും പറ്റാതായിപ്പോയി, കീറിപ്പോയി തുണി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഈ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് 2 പീസായിട്ട്. എന്നിട്ട് അത് രണ്ടും കൂടെ കൂട്ടി വീണ്ടും നമ്മൾ തുന്നാണ്. അപ്പോൾ നമ്മൾ ആ ഒരു കൈ ഇടുന്ന ആ ഒരു ഭാഗമില്ലേ, ഷോൾഡറും ആ ഒരു കക്ഷവും വരെയുള്ള ആ ഭാഗം, അവിടെ കുറച്ച് ഗ്യാപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ സാധാരണ കഴിഞ്ഞ ദിവസം കുർത്തിയൊക്കെ തുന്നിയ പോലെ തന്നെ. ഇതിപ്പോൾ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കാണ്. സോ അതുകൊണ്ട് നമ്മൾ സ്ലീവ്സ് ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഒരു ഹോള് മാത്രം, കൈ കടത്താനുള്ള ഒരു ഹോള് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ബേസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, സാധാരണ ഒരു ഏലൈൻ ഫ്രോക്ക് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഡോളിന് ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ. സോ അതുകൊണ്ട് ഞാൻ അവിടെ അവർ കട്ട് ചെയ്ത ഭാഗത്ത് ഈ തുണി ഇങ്ങനെ വെറുതെ മടക്കി ഒട്ടിച്ചതിന് ശേഷം അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ അതങ്ങനെ ഒട്ടിയിരുന്നോളും. ഇനി നമുക്ക് അടുത്ത ഡ്രസ്സും ഇതേപോലെ തന്നെ വേറെ ക്ലോത്ത് വെച്ചിട്ട്, ഇതൊരു പർപ്പിൾ കളർ ക്ലോത്താണ്, അത് വെച്ചിട്ട് തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡോൾ ഡ്രസ്സിന് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഏകദേശം ഒരു ബ്രൊക്കേഡ് പോലത്തെ ഒരു ക്ലോത്തിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് മടക്കി ഒന്ന് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം നമ്മളത് വെച്ചിട്ട് റഫിൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെപ്പോഴും കയ്യിൽ നിന്ന് ഇങ്ങനെ പോകും. ഞാൻ റഫിൾസ് ഉണ്ടാക്കിയപ്പോഴും കണ്ടോ, ഇതുപോലെ ബൂമറാങ് പോലെ കയ്യിൽ നിന്ന് എപ്പോഴും വഴുതി പോവും. അതിനിടയ്ക്ക് 2 കുത്തും കിട്ടും കയ്യിൽ സൂചി വെച്ചിട്ട്. ഇതാണ് എപ്പോഴും നടക്കുന്ന കാര്യമാണിത്. ഇതുപോലെ നമ്മൾ റഫിൾസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ റഫിൾസ് ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ തുണി ഇങ്ങനെ മറിക്കുകയാണ്. മറിച്ചതിന് ശേഷം ബാക്ക് സൈഡിൽ ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫെവിബോണ്ടോ ഫെവിക്കോൾ ഓൾ ഫിക്സ് ഗ്ലൂവോ യൂസ് ചെയ്യാം. ഫെവിക്കോൾ പറ്റില്ല കേട്ടോ. ഫെവിക്കോളിൽ തുണി ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നേരെ തിരിച്ച് വെച്ച് വേണം ഒട്ടിക്കാൻ. നമ്മൾ ആ തുന്നിയ ഭാഗം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം, ആ തുന്നൽ കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടുപാവാടയുടെ പോലെയുണ്ട്. പക്ഷേ ആ ഒരു ക്ലോത്ത് യെല്ലോ അല്ല കേട്ടോ, ഒരു ക്രീം കളറാണ്, ഒരു യെല്ലോയിഷ് ക്രീം കളറാണ്. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിലൂടെ കാണുമ്പോൾ ശരിക്കും യെല്ലോ എന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മളിതുപോലെ തിരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് നെക്കിൽ ഇതേപോലെ ഈ ഒരു ക്ലോത്ത് തന്നെ മടക്കി ഒട്ടിച്ചിട്ട് ആ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വി നെക്ക് പോലെ കിട്ടും. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ശരിക്കും ഒരു ഡിസൈനർ വെയറാണ് ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ചേച്ചിയെ കിട്ടാൻ ഒരു ഭാഗ്യം ചെയ്യണം. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുഞ്ഞ് റിബണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിഡിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ നടുക്കൊരു ബോയ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിരിക്കും. അപ്പോൾ ആ ബോയ് ഉണ്ടാക്കണം എങ്ങനെയെന്ന് ഇപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ക്ലോത്ത് ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അതിന് ഇങ്ങനെ തുന്നിക്കൊടുക്കുക. എന്നിട്ട് ആ ക്ലോത്ത് പീസിൻ്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് സ്റ്റിച്ചിങ് അറിയാം എന്നൊക്കെ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് സ്റ്റിച്ചിങ് അറിയില്ല കേട്ടോ. എനിക്ക് സ്റ്റിച്ചിങ് അറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതിനുശേഷം നമുക്കിതിൻ്റെ നടുക്കിൽ ഇതുപോലെ എന്തെങ്കിലും റിബണോ അല്ലെങ്കിൽ ആ ക്ലോത്ത് തന്നെ ഒന്ന് മടക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അത് നമുക്ക് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു കുഞ്ഞ് റിബൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിബണൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതുപോലെ ബോൾ ചെയിൻ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ 2 ബോസ് വെച്ച് കൊടുക്കുന്നുണ്ട് പുറകിലും മുന്നിലും. അപ്പോൾ നമ്മുടെ 2 ഫ്രോക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ അനിയത്തി കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാൻ ഒരേപോലെ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ വഴക്കാവും 2 പേരും കൂടെ. അപ്പോൾ അതങ്ങനെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും കൂടെ പറയണേ. അങ്ങനെ നമ്മുടെ സുന്ദരി കുട്ടികൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 ഡ്രസ്സിൽ ഏത് ഇഷ്ടമായെന്ന് കമൻറ്റിൽ മറക്കാതെ പറയണം കേട്ടോ. പിന്നെ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ വളരെ പെട്ടെന്ന് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ നിങ്ങൾക്ക് ഗ്ലൂവിൻ്റെ ആ ഒരു ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. പിന്നെ ഇത് ഏത് ഡോളിന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ആ ഡോളിൻ്റെ സൈസിനനുസരിച്ച് ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് ഡോളിന് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിതൊരു കുറച്ചൊരു ഡോൾ സ്റ്റോറി മാനറിൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടൈം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാത്തേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.